വഹും യസ്തരിഹൂന ഫീഹാ, നരകവാസികൾ അലറിപ്പൊളിക്കുന്ന, രക്ഷ തേടിക്കൊണ്ട് സഹായത്തിനായി ആർത്ത് വിലപിക്കും. റബ്ബന അഖ്രിജന, ഞങ്ങളൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, മുമ്പ് ചെയ്തിരുന്നതിനേക്കാളൊക്കെ നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാമേ. മൻ തദക്കറു ജാഅകും അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി. അപ്പോൾ അല്ലാഹ് ചോദിക്കും, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി, നിങ്ങൾക്ക് ഒരു അവസരം തന്നിരുന്നില്ലേ, ഒരു ആയുസ് തന്നിരുന്നില്ലേ, കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആലോചിച്ചെടുക്കാനുള്ള സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? മൻ തദക്കറ വജാഅകും നദീർ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാനായി ഒരു മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് ഫദൂഖു ഫമാ ലിൽളാലിമീന മിൻ നസീർ, ഇനി നിങ്ങളൊക്കെ അനുഭവിച്ചോ, അക്രമികൾക്ക് ഇനി യാതൊരുവിധ സഹായവും ലഭിക്കുകയില്ല. ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും കൂടിയുണ്ട്. മൻ അഅറദല്ലാഹു ലംറിഇൻ അഖറ അജ്ലഹു ഹത്താ ബലഅ 60 സന, 60 വയസ്സ് ആയുസ് ഒരു മനുഷ്യന് നീട്ടിക്കൊടുത്താൽ പിന്നീട് അവന്റെ ഒഴിവ് കഴിവുകളൊന്നും അള്ളാഹു പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്നത് 60 വയസ്സാണ്. 60 വയസ്സ് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ പിന്നിടും. ശരിക്കും 50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയുക, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതമൊക്കെ ബോണസാണ്. ഒരു 20-40 വയസ്സിനുള്ള ആ യൗവന തീക്ഷ്ണമായ ഒരു മധ്യഘട്ടമാണ് ശരിക്കും നമ്മുടെ ഒരു കർമായുസ് എന്ന് പറയുന്നത്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് വാർദ്ധക്യത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെട്ടതൊന്നും നമ്മൾ എത്ര നോക്കിയാലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ്. ഇപ്പോൾ ഫുട്ബോൾ, വേൾഡ് കപ്പ് ഫുട്ബോൾ നമ്മളൊക്കെ വല്ലാതെ ആകാംക്ഷയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ലാസ്റ്റ് ടൈമിൽ ഒരു ഗോള് കിട്ടിയാൽ പിന്നെ തിരിച്ചടിക്കാൻ കഴിയില്ല. അതോടുകൂടി ലാസ്റ്റ് നിമിഷത്തിൽ ഗോള് വീണ് കഴിഞ്ഞാൽ ഇനി രക്ഷയില്ല എന്നുള്ളതാണ്. പിന്നെ തിരിച്ചടിക്കാനായിട്ട് വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരും. ശരിക്കും ആ ഒരു മിഡ് ടൈം ഉണ്ടല്ലോ, ഒരു മധ്യ ആ ഒരു സമയത്ത് ഒരു 2-3 ഗോളൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ അങ്ങോട്ട് കാത്ത് സംരക്ഷിച്ചിട്ടാണ് അങ്ങനെയാണ് കളി നടക്കുന്നത്. നമുക്കൊക്കെ അറിയാം, എളുപ്പം മനസ്സിലാകുന്ന ഒന്ന് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എന്ന് പറയുന്നത്. ആ വലയത്തിലേക്ക് ഗോൾ വന്ന് വീഴാതെ കണ്ട് നമ്മൾ ആ കാത്ത് സംരക്ഷിച്ച് അതിനിങ്ങനെ തടുത്തു നിർത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു മധ്യസമയം എന്ന് പറയുന്നത് നമ്മൾ പാഴാക്കി കളയുവാൻ പാടില്ല. വളരെ ചെറുപ്പത്തിലെ മുതലൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു 20 വയസ്സിലൊക്കെ ഏകദേശം പഠനങ്ങൾ പൂർത്തിയായി, പിന്നീട് ജോലി അന്വേഷിക്കുന്നു, വിവാഹം അന്വേഷിക്കുന്നു, കുടുംബജീവിതം, അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി ഒരു 40 വയസ്സ് കഴിയുമ്പോഴേക്കൊക്കെ നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങും ഇനി ഒന്ന് സെറ്റാകണം എന്നാ പറയാം. നാട്ടിൽ വിദേശത്തുള്ളവരൊക്കെ എപ്പോഴും പറയും ഒരു 40, 45, 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു ആഗ്രഹം എന്ന് പറയുന്നത് നാട്ടിൽ വന്നിട്ട് നമുക്കൊന്ന് സെറ്റാകണം എന്നുള്ളതാണ്. നമ്മൾ റെസ്റ്റിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. ഔദ്യോഗിക തലത്തിൽ തന്നെ 52, 54, 56 വയസ്സൊക്കെയാണ് റിട്ടയർമെന്റിന്റെ കാലം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു റെസ്റ്റ് പീരീഡ്, മൊത്തത്തിൽ ഒരു മനുഷ്യ സഹജമായ അതിൻ്റെ ഒരു ജന്മപ്രകൃതമാണ്. അങ്ങനെ ആ ഒരു 50 കഴിയുന്നതോടുകൂടി നമ്മൾ റെസ്റ്റ് എടുക്കും. വിശുദ്ധ ഖുർആനിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹു. ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ശുക്റും സ്വലാത്തും ദിക്റൊക്കെ ആയിട്ട് അള്ളാഹുവിന് നന്ദി കാണിച്ചു കൂടുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ട് പിന്നെ കാരണവന്മാരൊക്കെ ഉണ്ടാകും, അവരോടൊക്കെ അന്വേഷിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ബന്ധങ്ങളൊക്കെ നിലനിർത്തി ഈ പ്രായത്തെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിൽ പറയുന്ന പ്രായം
എന്നാണ്. ഒരു 40 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രായം അതാണ്. ഒന്ന് സ്വസ്ഥമാകണം. നമ്മുടെ ചെറുപ്രായത്തിൽ പലപ്പോഴും പല വൈകല്യങ്ങളും ആ പ്രായത്തിൻ്റെതായ ചപലതകളിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് ഒരു പക്വതയുടെ പ്രായത്തിൽ, ഒരു ഇരുത്തം എന്ന പ്രായത്തിൽ നമുക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടാൻ കഴിയണം. നമ്മൾ ഇത് ബോധ്യപ്പെടാൻ എന്നല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് ഗോള് വീഴുന്നത് പോലെ ഇനി തിരുത്താൻ പറ്റാത്ത പ്രായത്തിൽ കൊണ്ടുവന്നിട്ടാണ് പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തു പോകുന്നത്. എനിക്ക് തോന്നുന്നത് പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ വലിയ വലിയ ക്രിമിനൽ കേസുകളിലൊക്കെ പെട്ടുപോകുന്നത് കുട്ടികളെക്കാൾ, യുവാക്കളെക്കാൾ കൂടുതൽ ഒരു 55, 50, 60 വയസ്സിലേക്കൊക്കെ എത്തി. ഇപ്പൊ പോക്സോ കേസുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾ, നമുക്ക് തിരുത്താൻ പറ്റില്ല. ആ പ്രായത്തിൽ ഇബ്ലീസ് വളരെ ബോധപൂർവം നമ്മളെ കൊണ്ട് കുടുക്കുകയാണ്, ചതിക്കുകയാണ്. ഇവിടെ നമുക്കൊരു കരുതി വെപ്പ് വേണം. അവിടെ അള്ളാഹിനോർത്തും ശുക്ർ ചെയ്ത് റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, അവിടെ നമുക്ക് അള്ളാഹിനോർത്തും ശുക്ർ ചെയ്തുമൊക്കെ കഴിഞ്ഞുകൂടാനുള്ളൊരു മാനസികമായ ഒരു സെറ്റപ്പ്, ഒരു കരുതി വെപ്പ് ചെറുപ്പം മുതലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മക്കളെയൊക്കെ അങ്ങോട്ട് പരിശീലിപ്പിക്കണം. മക്കൾക്കൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യബോധമേ ഇല്ല. അവർ സമ്പാദിക്കുന്നത് പോലും ഒരു അടിച്ചുപൊളി ലൈഫിലേക്ക്, ഒരു നീക്കിയിരിപ്പില്ലാത്ത, ഒരു കരുതി വെപ്പില്ലാത്ത, ഒരുപാട് മോഹങ്ങളുടെ, പ്രതീക്ഷകളുടെ, ഭാവനകളുടെ ഒരു ലോകത്താണ് നമ്മുടെ ചെറുപ്പങ്ങൾ തന്നെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഈ തിരിച്ചെടുക്കാൻ കഴിയാത്ത ഈ സന്ദർഭത്തിൽ വന്നിട്ട് നിരാശയുടെ, പ്രയാസങ്ങളുടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം നമ്മൾ ഉറങ്ങി തീർക്കാറുണ്ട്. കുറേ സമയം നമ്മൾ ഉറക്കമില്ലേ? 24 മണിക്കൂറിൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാറുണ്ട്. ബാക്കി എത്ര സമയം? നിങ്ങളൊരു ജീവിതത്തിന്റെ ഒരു ആയുസ് എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കുക. നമ്മൾ ഉറങ്ങിത്തീർത്തത്, നമ്മൾ വിശ്രമിച്ചു തീർത്തത്, നമുക്ക് രോഗങ്ങൾ വന്നത്, ഇതൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് അള്ളാഹനെ ഓർക്കാനും അവന് വേണ്ടിയിട്ട് അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ തുലവും, വളരെ കുറച്ചാണുള്ളത്. ഈ സമയങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എന്ത് മറുപടിയാണ് ഈ സമയത്തെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ആയുഷ്കാലം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി? ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യസ്അലു അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ നടക്കുമ്പോൾ ഒരടി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഈ യൗനതീക്ഷണമായ ഒരു പരീക്ഷണത്തിന്റെ അസുലഭമായ സന്ദർഭങ്ങളെ നമ്മൾ പാഴാക്കിയിട്ട് ജീവിതത്തിന്റെ പര്യവസാനത്തിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വണ്ണം നഷ്ടകാരിയായി വന്ന നമ്മളെ സംബന്ധിച്ച് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കെന്ത് പറയാനുണ്ട്? റഅയ്തു ശൈബ മിൻ നുസിരിൽ മനായ ലിസാഹിബിഹി വഹസ്ബുക മിൻ നദീരി. നമ്മൾ നോക്കിയേ, നമ്മുടെ തലമുടിയൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി. നരച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ പ്രായത്തിലേക്ക് എത്തിത്തുടങ്ങി. നമ്മുടെ ഈ നര എന്ന് പറയുന്നത് മരണത്തിന്റെ മുന്നറിയിപ്പായിട്ടാണ്. റഅയ്തു ശൈബ മിൻ നുസിരിൽ മനായ ലിസാഹിബിഹി വഹസ്ബുക മിൻ നദീരി. ഈ നര വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതം ഇതാ മരണത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിരക്കുന്നതിന് മുമ്പ് നിന്റെ ചുറുചുറുക്കിന്റെ പ്രായം, സന്ദർഭം നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി. ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു സന്ദർഭം നമുക്ക് നൽകിയിട്ട് വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമൈ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ. ഇനി ഓർമ്മ വന്നിട്ട് എന്ത് കാര്യം?
ഇപ്പൊ ഈ നരകത്തിൽ തന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ ദുരന്ത സന്ദർഭത്തിലാണോ നീ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഇനിയിപ്പോ ഓർമ്മ വന്നിട്ട് എങ്ങനെ തിരിച്ചെടുക്കാനാണ്? കഴിയില്ല. ഈ ഒരു കരുതി വെപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് വഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഒരുപാട് നമ്മളിങ്ങനെ പറഞ്ഞു നോക്കും. പടച്ചോന്റെ വിചാരണ സമയത്ത് നമ്മൾ പല അടവുകൾ, പടച്ചോനെ ഇല്ല, നമ്മളിവിടെയൊക്കെ പലതിനും എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്നവരാണ്. അവിടെയും നമ്മൾ പല എക്സ്ക്യൂസുകൾ പറയും. അസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഒന്നും കൂടെ ഒന്ന് പിന്തിരിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ, ഇനി ഞങ്ങളെപ്പോലെ നല്ലവര് വേറെ ഉണ്ടാവൂല. ഇന്നഹ കലിമത്തുൻ ഹിയ ഖായിലുഹാ. പക്ഷെ അതൊക്കെ വെറും വാക്കുകൾ, വെറും പാഴ്വർത്തമാനങ്ങളാണ്. ഈ ഒരു കരുതി വെപ്പില്, അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ വാർദ്ധക്യം മറച്ചു വെക്കാനായി നമ്മൾ ചെറുപ്പം നടിക്കുന്നവരാണ്. നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ മുടിയില്ലേ, മുടിയൊക്കെ ഡൈ ചെയ്ത് ഒരു ചെറുപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഈ ഒരു കർമ്മ ഉത്സുകത നമ്മുടെ ജീവിതത്തിൽ ദീനീപരമായ നിഷ്ഠകൾ കൈകൊള്ളുന്നിടത്തും വേണമെന്നാണ്. നമ്മുടെ ഭൗതികമായ നമ്മുടെ ശരീരത്തെ എത്ര കണ്ട് അലങ്കൃതമാക്കാൻ രോഗം പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. രോഗത്തെ മറച്ചു വെക്കുന്നു, പ്രായത്തെ മറച്ചു വെക്കുന്നു, സൗന്ദര്യത്തെ പൊലിപ്പിച്ചു കാണിക്കുന്നു. ഇത് തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ബോധപൂർവം നമ്മളതിന് ശ്രമിക്കണം. അതിന് ഒന്നാമതായിട്ട് വേണ്ടത് ഇസ്തിഗ്ഫാർ, പാപമോചനം, തൗബ. പടച്ചവനെ, ഇന്നലകളിൽ ഞാൻ ഒരുപാട് അബദ്ധങ്ങൾ ഞാൻ ചെയ്തു പോയി, അതിനെ തിരുത്തി മുന്നേറാൻ. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ഒരു ട്രാക്ക്, ആ ശരിയായ ട്രാക്ക്. നമ്മൾ താളം തെറ്റിപ്പോകും, പാളം തെറ്റും. ജീവിതത്തിൽ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ ആരാലും തടുത്തു നിർത്താൻ കഴിയില്ല. മനുഷ്യ സഹജമായ പ്രകൃതത്തെ അള്ളാഹു ശരിവെച്ച് തരുന്നു. നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കും. അവിടെ തിരുത്തി മുന്നേറാനുള്ള അള്ളാഹു നൽകിയ സംവിധാനമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാൻ നമ്മൾ നന്മയിൽ പിശുക്കന്മാരായി കൊണ്ടിരിക്കുകയാണ്. ചിരിക്കുന്നിടത്ത്, കൊടുക്കുന്നിടത്ത്, പെരുമാറുന്നിടത്ത്, പരസ്പരം സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നിടത്ത് ഒരു അകൽച്ച, ഒരു വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, അസൂയയുടെ ഒരു ഞാൻ മാത്ര ജീവിതത്തിലേക്ക്, എന്റെ മാത്രം ശരികളിലേക്ക്, എന്റെ മാത്രം സുഖത്തിലേക്ക്, എന്റെ മാത്രം സൗകര്യത്തിലേക്ക്, വളർച്ചയിലേക്ക് നമ്മൾ ഒതുങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ പുലർത്താൻ, കൂടുതൽ കൂടുതൽ ഇബാദത്തുകളിൽ നമ്മൾ ഈ അനുഭവിച്ച സുഖലോലുമമായ അനുഗ്രഹത്തിന് അള്ളാഹുവിന് നന്ദി കാണിച്ചു കൊടുക്കാൻ. അല്ലെ, നമ്മളൊക്കെ വല്യപ്പമാരൊക്കെ ആവുന്ന പ്രായത്തിലിരിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന അധിക പേരും. നമ്മുടെ കൊച്ചുമക്കൾക്ക് ഇത് മാതൃകയായിട്ട് മാറണം. പണ്ടത്തെ നമ്മുടെ വല്യപ്പമാരും വല്യമ്മമാരും പറഞ്ഞു തന്ന ഉപദേശങ്ങൾ, സതുപദേശങ്ങൾ, നല്ല നല്ല കഥകൾ, ഇതാണ് നമ്മുടെ വളർച്ചക്ക് പ്രചോദനമായി മാറിയത്. എല്ലാവരും, എനിക്ക് തോന്നുന്നത് ഈ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഖുർആനും ഹദീസും വായിച്ചു പഠിച്ചിട്ടാണ് നമ്മുടെ ഈ സൽസ്വഭാവം രൂപപ്പെടുത്തിയത് എന്ന അഭിപ്രായം എനിക്കില്ല. ഈ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഗുണങ്ങൾ ഉൾക്കൊണ്ട ജീവിത മാതൃകകൾ നമ്മുടെ മുൻ തലമുറകളിൽ നിന്ന്, നമ്മുടെ കാരണവന്മാരിൽ നിന്ന് നമ്മളത് ഉൾക്കൊണ്ടു. നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമായി. പക്ഷെ നമ്മളത് നഷ്ടപ്പെടുത്തുന്നവരായി മാറാൻ പാടില്ല. നമ്മളത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സ്വയം നഷ്ടകാരികളും നമ്മുടെ വരും തലമുറയെ നാശകാരികളുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ, മാതൃകയാകാൻ.
നമ്മൾ ഉസുവത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, റസൂലിന്റെ ഉസുവത്ത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മാതൃക എന്നൊക്കെ പറയുന്ന മാതിരി നമ്മുടെ വരും തലമുറകൾക്ക് നമുക്കും അവർക്ക് കൂടി മാതൃകയും പ്രചോദനവുമായി മാറാൻ അല്ലെ. ഇപ്പോ കുട്ടികളോട് ചോദിച്ചാൽ ഇന്നിപ്പോ അവരുടെ ഫാൻ റോൾ മോഡൽ ആരാ? ഏതെങ്കിലൊക്കെ കുട്ടികളൊക്കെ ചോദിച്ചു നോക്കി. നമ്മുടെ തന്നെ അല്ലെ നിറയെ ഫ്ലെക്സുകൾ. ഏതൊക്കെ ഒരു വീരാരാധനയിലേക്ക് ഇവിടത്തെ കളിക്കാർ, ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിക്കോട്ടെ, അതവരുടെ ഇഷ്ടം നിങ്ങൾ കാത്തു സൂക്ഷിച്ചോ, നിങ്ങളുടെ സ്വതന്ത്രമായ അഭിപ്രായം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്ന ആ ഒരു ആള് ഗോളടിക്കാൻ, നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ആ ഒരു കളിക്കാരൻ ഗോളടിക്കാൻ, അവന്റെ ഓരോ ചലനങ്ങളും കാണാൻ നമ്മൾ എടുക്കുന്ന ഒരു ടെൻഷൻ അല്ലേ? മക്കള് നിങ്ങൾ ടെൻഷൻ എടുക്കുന്നേ, മക്കളെ വിട്. നമ്മൾ വലിയവർ പോലും എത്ര സമയമാണ് രാത്രി 3 മണിക്ക് ഉറക്കമൊഴിച്ച് കളി കാണുന്ന നമ്മളെ തഹജ്ജുദ് ഉണർത്താനായി നമസ്കരിക്കാൻ ഉണർത്താറുണ്ടോ? ഇല്ലല്ലോ. തഹജ്ജുദ് സുന്നത്തല്ലേ, അത്ര നിർബന്ധമൊന്നുമല്ല. പക്ഷെ ഫർളിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നിടത്ത് സമയം, സമ്പത്ത്, ആരോഗ്യം, ഇതൊന്നും തെറ്റാണ് എന്ന അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ആവശ്യമാണ് എങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടത്. കളി എന്ന് പറയുന്നത് വേറൊന്നാണ്. അത് നിരുത്സാഹപ്പെടുത്തേണ്ടതോ അതിനെ മോശമാക്കി കാണേണ്ടതോ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ വിലപ്പെട്ട ഒന്നിനെ ഹനിച്ചുകൊണ്ട് പ്രാധാന്യം നൽകേണ്ടതിന് പ്രാധാന്യം നൽകാതെ മറ്റൊന്നിന് മറ്റൊന്നിന് പ്രാധാന്യം നൽകുമ്പോൾ അടിസ്ഥാനപരമായ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, നമ്മുടെ സൽക്കർമ്മങ്ങൾ, വിശ്വാസം, കർമ്മം, കർമ്മഫലം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മെ ഇത് ആശ്രയിച്ചു നിൽക്കുന്നു എന്ന ബോധം, അതല്ലെങ്കിൽ നാളത്തെ നമ്മുടെ പരലോക വിചാരണയിൽ നമ്മൾ നഷ്ടകാരികളായി മാറും എന്നൊരു തിരിച്ചറിവ്. പലരും ഇവിടെ വന്നിരുന്നിട്ട് സൂറത്തിൽ കഹ്ഫ് ഓതിയിരുന്നു. നിങ്ങളൊക്കെ പലരും വീടുകളിൽ ഇരുന്നിട്ട് സൂറത്തിൽ കഹ്ഫ് ഓതിയിരുന്നു. അതിലൊരു ആയത്തുണ്ടല്ലോ, 103, 108 ആയത്ത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് എടുത്തോ, എന്നും ഓതുന്ന സൂറത്തിൽ കഹ്ഫിലെ 103, 108 ആയത്ത് നിങ്ങൾ എടുത്തിട്ട് ഒന്നും കൂടെ ഒരാവർത്തി നിങ്ങൾ വായിച്ചു നോക്കാം. ഖുൽ ഹൽ നബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടമായി, കർമ്മഫലങ്ങൾ നഷ്ടമായി തീരുന്ന ഒരു കൂട്ടരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല്ലദീന ലല്ല സഈകും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ശ്രമങ്ങളെല്ലാം, ഈ ചെയ്തു പോയതെല്ലാം പിഴച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതോ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള നഷ്ടകാരികളെ കുറിച്ചിട്ടുള്ളൊരു ബോധം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ജീവിതത്തിന്റെ ഒരു കർമ്മഫലത്തെ കുറിച്ച്, കർമ്മങ്ങൾ മാത്രമല്ല കർമ്മഫലത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നമ്മൾക്ക് കർമ്മഫലം കർമ്മങ്ങളെ രൂപപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. ഒരു കവി പറയുന്നുണ്ട്, മരണശേഷം നമ്മൾ താമസിക്കാൻ പോകുന്ന ഒരു താമസ സ്ഥലവുമില്ല, ഒരു വീടുമില്ല. മരണശേഷം നമ്മൾ താമസിപ്പിക്കാൻ പോകുന്ന വീട് എന്ന് പറയുന്നത് നമ്മൾ ഇഹലോകത്ത് നമ്മൾ നിർമ്മിച്ചുണ്ടാക്കിയ സൽക്കർമ്മങ്ങളാണ്. നമ്മുടെ പ്രായം നഷ്ടപ്പെടുത്താതെ കണ്ട് ഈ ഒരു ചിട്ടയും ഒരു ക്രമവും ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹി അയ്യുന്നാസി ഖൈർ, ഏറ്റവും നല്ല മനുഷ്യരാരാണ്? ഖാല മൻ ത്വാല ഉംറുഹു വഹുസ്ന അമലുഹു, ആയുസ് അല്ലാഹു നീട്ടി തന്നിട്ട് അതിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ, സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കാൻ കഴിഞ്ഞവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. ഏറ്റവും മോശമായ മനുഷ്യൻ ഫഅയ്യുന്നാസി ശർറുൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു,
ആയുസ് ഉണ്ടായിട്ട് അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. നമ്മൾ വലിയ കാര്യങ്ങളാണ് എന്ന് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ അത് നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണോ? ഇവിടെയല്ല, നാളെ പരലോകത്തെ കർമ്മഫല വിചാരണയിൽ നമുക്കത് ഉപകാരപ്പെടുന്നുണ്ടോ? നമ്മൾ പുനർവിചാരണ നടത്തണം. അല്ലെങ്കിൽ കുൽ ഹൽ നുനബ്ബികും ബിൽ അഹ്സരീന അഅ്മാല. നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടവരായി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. ഒരു സഹായിയും നമുക്ക് ഉണ്ടാവുകയില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികളുടെ സ്കൂൾ സൗകര്യാർത്ഥം വളരെ സമയം ലഘൂകരിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കുട്ടികളായാലും മുതിർന്നവരായാലും മധ്യവയസ്കരായാലും നമ്മുടെ ആയുഷ്കാലം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? നമ്മുടെ വിശ്വാസമുള്ളതോടൊപ്പം നമ്മുടെ കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കുന്നു. പരലോക പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം, കണക്ക്, ഒരു അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്ത ബന്ധിതമാണ്. ഈ ഓർമ്മയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഇവിടുത്തെ ഭൗതിക വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ, കളിച്ചുകൊണ്ട് തന്നെ, കളി കണ്ടുകൊണ്ട് തന്നെ, ഇതൊന്നും ഇവിടുത്തെ ആസ്വാദനങ്ങളെ ഇസ്ലാം വിലക്കുന്നില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം ഒന്നിനെയും വിലക്കുന്നില്ല. എല്ലാ ആസ്വാദനങ്ങളും നമുക്ക് അനുഭവിച്ചു തന്നിരിക്കുന്നു. പക്ഷെ അത് അതിന്റെ മുൻഗണനാക്രമം അനുസരിച്ച് അനുവദനീയമായ മാർഗങ്ങളിലൂടെ അതിന്റെ ഹലാൽ ഹറാമുകൾ പരിഗണിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. പലപ്പോഴും നമ്മുടെ അടിസ്ഥാനങ്ങൾ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് അനാവശ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്, അതാണ് ശരിയെന്ന ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا أستغفر الله لي ولكم واستغفروه إنه غفور رحيم.